ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതും കാനറ ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ബ്രാഞ്ചിലൊന്നും പോകാതെ തന്നെ ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ നമ്മുടെ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള യൂസ്ഫുൾ ആവുന്ന വീഡിയോസിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെസ്സേജ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അവൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് കാനറ ബാങ്ക് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കയറി സെർച്ച് ചെയ്യുന്നതിന് പകരം ഇങ്ങോട്ടേക്ക് എത്തുന്നതിൻ്റെ പകരം നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഈ കാനറ ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ഈ ഒരു പേജിലോട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ എത്താൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഓൺലൈൻ അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്കാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെ കാണുന്നില്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഫസ്റ്റത്തെ ഓപ്ഷനിൽ സബ് കാറ്റഗറിയിൽ വരുന്നതാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന സെക്ഷനിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യാനുള്ള പേജാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളും സർവീസുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ദെൻ നമുക്ക് വേണ്ടത് ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഭാഗത്തോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് മുകളിൽ തന്നെ ഓൺലൈൻ അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള മെയിൻ പേജിലോട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ദെൻ ഇവിടെയും നിങ്ങൾക്ക് ഓപ്പൺ അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ നിങ്ങൾക്കിവിടെ ആയിട്ട് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ലിങ്ക്, അതായത് ഞാൻ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ആയിരിക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് എത്താൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ആയിരിക്കും ഞാൻ അവിടെ നൽകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. സോ നമുക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ മലയാളത്തിലേക്കാൾ. സോ ദെൻ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് നിങ്ങൾ കാനറ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഗെറ്റ് OTP എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. അപ്പോൾ ആ വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് OTP എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ 5 സ്റ്റെപ്പാണുള്ളത്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്പറും ഇമെയിൽ ID വെരിഫൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇമെയിൽ ID വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഇമെയിൽ ID കൊടുക്കുക. ദെൻ OTP വരുന്നതായിരിക്കും ഇമെയിലിലേക്ക്. ആ ഒരു OTP നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ബോക്സിലായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ OTP കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ എൻ്റർ ചെയ്തു വെരിഫൈ OTP എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊബൈൽ നമ്പറും ഇമെയിൽ ID വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നോക്കാം. അക്കൗണ്ട് ടൈപ്പ്, ഏത് രീതിയിലുള്ള അക്കൗണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് അക്കൗണ്ട്സ് ടൈപ്പുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ്. കാരണം നമ്മൾ കൂടുതൽ ആളുകളും അക്കൗണ്ടിൽ ക്യാഷ് ഒന്ന് സേവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, ഇതിൽ സാലറി അക്കൗണ്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാനറ ആസ്പിയർ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫീച്ചേഴ്സുകൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ എല്ലാം കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഏതാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു അക്കൗണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ കാനറ ബാങ്കിൻ്റെ SB ജനറൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് മിനിമം 500 രൂപ മാത്രമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം അതിന് ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് അടുത്ത സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഓരോ ഡീറ്റെയിൽസുകൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സോ നമ്മൾ ആ അഗ്രി കൊടുക്കുക. ദെൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈമായിട്ട് ആധാർ കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് വെരിഫൈ OTP ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനാണ് പാൻ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഫില്ല് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ്. ആദ്യമായിട്ട് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ദെൻ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, അതായത് നിങ്ങളുടെ
പാൻ കാർഡിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഉള്ളത് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം, മിഡിൽ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം, ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. പിന്നെയുള്ള നെയിമസ് പാൻ കാർഡ്, അതായത് പാൻ നമ്പറിലുള്ള നിങ്ങളുടെ അതേ പേര് നിങ്ങൾ തെറ്റാതെ ഒന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കാം. ഫാദറിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ പാൻ കാർഡിൽ നിങ്ങളുടെ ഫാദറിൻ്റെ നെയിം ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത് എൻ്റർ ചെയ്തിരിക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. ദെൻ ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്തിട്ട് വെരിഫൈ പാൻ എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ പാൻ കാർഡ് ഇവിടെ വെരിഫൈ ആയിട്ടുണ്ട്. സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടത്, അത്യാവശ്യം വീഡിയോ ലെങ്ത് ആണ്. സോ അടുത്തായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്. ടൈറ്റിൽ സെലക്ട് ചെയ്യുക, മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ ആരാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫുൾ നെയിം ആയിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുതന്നെ നിങ്ങളുടെ ജെൻഡർ, അതുപോലെ തന്നെ സപ്പോസ് നെയിം, അതായത് നിങ്ങളുടെ ഫാദറിൻ്റെ മദറിൻ്റെ ആരുടെയെങ്കിലും ഒരു നെയിം നിങ്ങളവിടെ കൊടുക്കുക. പിന്നെ മദേഴ്സിൻ്റെ നെയിമും എക്സ്ട്രാ നിങ്ങൾക്കവിടെ കൊടുക്കേണ്ടതുണ്ട്, അതും കൂടി കൊടുക്കുക. മദേഴ്സ് നെയിം അല്ല, മാരിറ്റൽ സ്റ്റാറ്റസ്, അതായത് നിങ്ങൾ മാരീഡ് ആണോ അല്ലേ എന്നുള്ള ചോദിക്കുന്നത്. മാരീഡ് ആണെങ്കിൽ മാരീഡ് കൊടുക്കാവുന്നതാണ്, അൺമാരീഡ് കൊടുക്കാവുന്നതാണ്. മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. അടുത്തതായിട്ട് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു ഓപ്ഷനാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ആധാറിൽ എങ്ങനെയാണ് നിങ്ങളുടെ അഡ്രസ്സ് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെയിം ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ടിക്ക് മാർക്ക് കൊടുക്കുക, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത അഡീഷണൽ ഇൻഫോർമേഷനിൽ സ്റ്റെപ്പ് 5 വരുന്നത് കസ്റ്റമർ പ്രൊഫൈലാണ്. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ജോലി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. എഡ്യൂക്കേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ആവറേജ് ഇൻകം, നിങ്ങളുടെ ഒരു പെർ ആനുവലി നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ഇൻകം വരുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ നെറ്റ് വർത്ത് എത്രയാണ്, മാത്രമല്ല നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ വിദ്യാഭ്യാസം എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്താണ് ജോലി എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. പെർ ആനുവൽ ഇൻകം എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ റീജിയൻ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതെല്ലാം കൂടി ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും. ഇപ്പം തന്നെ 9 മിനിറ്റോളം ഈ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കാറ്റഗറിയാണ്, നോമിനി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ ഒരു പേജ് ഉണ്ട്. നോമിനി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാനും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനും ആരുടെ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ആ ഒരു അക്കൗണ്ടിൻ്റെ ആ ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുന്നതാണ് നോമിനി ഡീറ്റെയിൽസ്. അവിടെ നിങ്ങൾ യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോമിനി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു പേജ് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോമിനി ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യാൻ നോമിനിയുടെ നെയിം കൊടുക്കുക, റിലേഷൻഷിപ്പ് കൊടുക്കുക. അതായത് റിലേഷൻഷിപ്പ് പറഞ്ഞാൽ ആരാണ് നോമിനി, അതായത് നിങ്ങളുടെ ഫാദറാണോ മദറാണോ ആ രീതിയിൽ നിങ്ങൾ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുക, അവരുടെ ഒരു ഇമെയിൽ ID കൊടുക്കുക. പിന്നെ നിങ്ങളുടെ നോമിനി നിങ്ങളുടെ അതേ അഡ്രസ്സിലാണോ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നത് ആണെന്നെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻ ആ ഒരു നോമിനിയുടെ അഡ്രസ്സ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മളെ ബ്രാഞ്ച് സെലക്ട് ചെയ്യാനുള്ള ഒരു പേജാണ് അടുത്ത് വന്നിട്ടുള്ളത്. നമ്മളെ ബ്രാഞ്ച് ഏതാണ്, നമ്മുടെ അടുത്തുള്ള ബ്രാഞ്ച്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബ്രാഞ്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ഇത് സബ്മിറ്റ് ആയിട്ടുണ്ട്, ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് വീഡിയോ KYC ചെയ്യേണ്ട ഒരു പേജാണ്. അപ്പം നമുക്ക് വീഡിയോ KYC ചെയ്യേണ്ടതായിട്ടുള്ള നമുക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു പേജാണ്. മലയാളമാണെങ്കിൽ മലയാളം ഉണ്ടെന്നുണ്ടെങ്കിൽ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്ത സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പാൻ കാർഡ്, ഒരു വൈറ്റ് പേപ്പർ, ഒരു പെന്ന്, ഈ ഒരു കാര്യങ്ങളൊക്കെ ആധാർ കാർഡൊക്കെ നിങ്ങൾ എടുത്ത് വെച്ചിട്ടായിരിക്കണം നിങ്ങളെ വീഡിയോ KYCക്ക് ഒരുങ്ങേണ്ടത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 10 AM to 6 PM വരെയാണ് നമ്മുടെ ഏജൻറ്റ്, നമ്മുടെ മാനേജേഴ്സ് വീഡിയോ KYCക്കായിട്ട് വരികയുള്ളൂ. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക. 10 മണി, രാവിലെ 10 മണി ടു വൈകുന്നേരം 6 മണി വരെ. അപ്പം ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ഓൺലൈനായി തന്നെ വീഡിയോ KYCയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രിയാണ് നിങ്ങൾ ഈ അക്കൗണ്ട് ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെഡ്യൂൾ ഫോർ ലേറ്റർ കൊടുത്തിട്ട് നിങ്ങൾക്ക് മറ്റൊരു സമയം നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ആ സമയത്തേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ KYC നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കയ്യിൽ പാൻ കാർഡ് അതുപോലെ തന്നെ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നിൽക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, ഒരു പേപ്പർ, ഒരു പെന്ന്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ പാൻ കാർഡ് കാണിക്കാൻ പറയും. ആ ഒരു സമയത്ത് നിങ്ങൾ പാൻ കാർഡ് കാണിച്ചു കൊടുക്കണം. അവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ നെയിം ചോദിക്കും, ആ നെയിം കാണിച്ചു കൊടുക്കുക. പിന്നെ ഒരു ഒപ്പിടാൻ പറയും ആ പേപ്പറിൽ. നിങ്ങൾ ആ ബാക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് ആ ഒരു ഒപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.